2025 ജൂലൈ മാസം തമിഴ്നാട്ടിലെ ഗുമ്മിടിപ്പൂണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അവിടെ ഗണേശമൂർത്തി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ആള് ആകപ്പാടെ ടെൻഷനിലാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ആളൊരു നമ്പറിലോട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, എന്നാൽ കോള് കിട്ടുന്നില്ല. പല തവണ ആൾ ട്രൈ ചെയ്തിട്ടും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എന്ത് ചെയ്യുന്നറിയാതെ ആൾ ആകപ്പാടെ ടെൻഷൻ അടിച്ചിട്ട് ചെന്നൈയിലുള്ള തൻ്റെ സുഹൃത്തുക്കളെ വിളിക്കുകയാണ്. ചെന്നൈയിലുള്ള ദുരൈരാജ് അതേപോലെ തന്നെ ദേവസഖായ് എന്ന് പറയുന്ന 2 ആളുകളെയായിരുന്നു ആൾ വിളിച്ചത്. 2 ആളുകളെയാണെന്നുണ്ടെങ്കിലും സംസാരിച്ചത് ഒരേ കാര്യമായിരുന്നു. നിങ്ങളെ പോലെ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പറ്റില്ല, എനിക്ക് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം ഞാൻ പറയുന്ന ഈ ഒരു അഡ്രസ്സിലോട്ട് നിങ്ങളൊന്ന് പോയിട്ട് അന്വേഷിച്ച് നോക്കണം, എനിക്കൊരു സഹായം ചെയ്യണം എന്നുള്ളൊരു കാര്യമായിരുന്നു ഇയാൾ തൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞു, നീ പേടിക്കണ്ട, നീ പറഞ്ഞ അഡ്രസ്സിലോട്ട് ഞങ്ങൾ പോയി നോക്കിയിട്ട് വിളിക്കാം, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ നേരെ ആ ഒരു അഡ്രസ്സിലോട്ട് പോയി നോക്കുകയാണ്. അപ്പോൾ ആ ഒരു വീട് ഓൾറെഡി പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നൈബേഴ്സിൻ്റെ അടുത്തൊക്കെ ഇവർ അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന വ്യക്തിയെ ഒരു 2-3 ദിവസമായിട്ട് കാണാനില്ല, ഡോർ ഇതേപോലെ തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു അവരും പറഞ്ഞത്. അവർക്കും ആ ഒരു വ്യക്തി എങ്ങോട്ടാണ് പോയതെന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയയും ഉണ്ടായില്ല. അങ്ങനെ സുഹൃത്തുക്കൾ ഗണേശമൂർത്തിയെ വിളിച്ചും കയറ്റി ഈ കാര്യം പറയാണ്. അതോടുകൂടി ആളുടെ ടെൻഷൻ കൂടി. ഇതിൻ്റെ പാരലായിട്ട് വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ചെന്നൈയിലെ കൊളത്തൂർ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ഇതേപോലെ തന്നെ ഒരു ഫോൺ നമ്പറിലോട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, എന്നാൽ ആ ഒരു കോളും എടുക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പോലീസുകാർക്ക് ഇതേപോലെ തന്നെ വേറെ ആൾക്കാരെ വിട്ട് അവരെന്താണ് ഏതാണെന്ന് അന്വേഷിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവർക്ക് അവരുടേതായിട്ടുള്ള രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നേരെ ആ ഒരു നമ്പർ എടുത്ത് ഇങ്ങേറ്റ് സൈബർ ടീമിന് പോലീസുകാർ കൊടുക്കുകയായിരുന്നു. അങ്ങനെ സൈബർ ടീം ലാസ്റ്റ് ആ ഒരു നമ്പറിലെ നോൺ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ നോക്കിയപ്പോൾ ഈ ഒരു ചെന്നൈയിൽ നിന്ന് ഏകദേശം ഒരു 10,500 കിലോമീറ്റർ മാറിയിട്ടുള്ള ഉത്തർപ്രദേശിലെ കാൺപൂരിലായിരുന്നു അതിൻ്റെ ലൊക്കേഷൻ കാണിച്ചത്. അപ്പോൾ സ്റ്റേറ്റ് മാറി. ആ ഒരു സ്റ്റേറ്റ് പോലീസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് മാത്രമേ ഇനി അവിടെയുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ കൊളത്തൂർ പോലീസുകാർ നേരെ UP പോലീസിനെ കോൺടാക്ട് ചെയ്യാണ്. അങ്ങനെ ഇവിടെ നിന്നൊരു സ്പെഷ്യൽ ടീം അങ്ങോട്ട് പോവുകയും ചെയ്തു, ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അവിടെ എത്തി ലോക്കൽ പോലീസിന്റെ സഹായത്തോട് കൂടിയിട്ട് ആളെ കസ്റ്റഡിയിലെടുത്ത് നേരെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ചെന്നൈയിലോട്ട് കൊണ്ടുവരികയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഗണേശമൂർത്തിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പോലീസുകാർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അപ്പോൾ ആരാണ് ഈ ഒരു ഗണേശമൂർത്തി? ആരെയാണ് ഈ ഒരു ഗണേശമൂർത്തി അന്വേഷിച്ചുകൊണ്ടിരുന്നിരുന്നത്? ആരെയാണ് പോലീസുകാർ കസ്റ്റഡിയിലെടുത്തത്? ഇവർ രണ്ടുപേരും ഒരാളാണോ അതോ വേറെ വേറെ ആളുകളാണോ? എന്തിനാണ് പോലീസുകാർ ഇവരെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തത്? ഇത്തരത്തിലുള്ള ഒരുപാടധികം കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തലയിൽ മിന്നി മറഞ്ഞിട്ടുണ്ടാകും. ഇവർ രണ്ടുപേരും ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് കാൺപൂരിൽ നിന്ന് കൊണ്ടുവന്ന ആളില്ലേ, ആള് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് പോലീസുകാർ ഞെട്ടിത്തെറിച്ചു പോയി. എന്നാൽ അതിലും വലിയ ഞെട്ടലുണ്ടാക്കിയത് ഗണേശമൂർത്തി പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടായിരുന്നു. അതും പോലീസുകാരെക്കാട്ടിലും കൂടുതൽ ഞെട്ടിയത് ഈ കാൺപൂരിൽ നിന്ന് കൊണ്ടുവന്ന ആളായിരുന്നു. ആൾ സ്വപ്നത്തിൽ പോലും ഇങ്ങനെയുള്ളൊരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ രണ്ടുപേരും എന്തൊക്കെയാണ് പറഞ്ഞത്, എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ സ്റ്റോറി, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 21, 2025 ചെന്നൈയിലെ കൊളത്തൂർ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു കോള് വന്നതായിരുന്നു. കൊളത്തൂർ ധനമാൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നായിരുന്നു ഒരു കോള് വന്നത്. മുനിസ്വാമി എന്ന് പറയുന്ന ഒരാളായിരുന്നു ആ ഒരു കോള് വിളിച്ചത്. ആള് ചെറുതായിട്ട് പതറുന്നുണ്ടായിരുന്നു. ആള് പറയുന്ന കാര്യത്തിൽ ഒരു വെപ്രാളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആള് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, തൻ്റെ മുകളിലത്തെ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ ഒരു സ്മെല്ല് വരുന്നുണ്ട്, ഭയങ്കര സ്മെല്ലാണ്, എനിക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് നോക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു ആള് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. ആളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ടും ആള് പറഞ്ഞൊരു സംസാര രീതിയൊക്കെ വെച്ചിട്ടും പോലീസിനും എന്തൊക്കെയോ പന്തികേട് തോന്നുകയാണ്. എന്തൊക്കെയോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ നേരെ തന്നെ അങ്ങോട്ട് എത്തുകയായിരുന്നു. അവിടെ എത്തി ആ ഒരു വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറുന്നതിന് മുൻപ് തന്നെ പോലീസിന് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. നേരെ ചെന്ന് നോക്കിയപ്പോൾ ആ ഒരു വീട് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ലോക്കും കാര്യങ്ങളൊക്കെ പൊളിച്ച് പോലീസുകാർ അകത്തോട്ട് കടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ഡോറിൻ്റെ ലോക്ക് പൊളിച്ചിങ്ങായിട്ട് ഡോറ് തുറന്ന ടൈമിൽ വല്ലാത്തൊരു സ്മെല്ല് പുറത്തോട്ട് ഇങ്ങനെ തള്ളുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിലും ഭീകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. അവിടെ അവർ കണ്ടത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ചേതനയേറ്റ് കിടക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു. അതേപോലെ തന്നെ അഴുകിയ നിലയിലുള്ളൊരു മൃതദേഹമായിരുന്നു. അതായത് വയറ്റിൽ നിന്ന് കുടലും കാര്യങ്ങളൊക്കെ പുറത്ത് വന്ന് വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്ര ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത്. ബോഡിയൊക്കെ അത്രയും ഡീകമ്പോസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ ആ ഒരു ക്രൈം സീനും കാര്യങ്ങളും എല്ലാം തന്നെ സെക്യൂർ ചെയ്യുകയാണ്. പോലീസുകാർ നോക്കുമ്പോൾ ആ ഒരു വീടൊക്കെ ആകെപ്പാട് അലങ്കോലായിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ആ ഒരു സ്ത്രീയുടെ മൃതദേഹത്തിൻ്റെ അരികിൽ കുറേ മദ്യക്കുപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ
ഹൗസ് ഓണർ ഉടനെ തന്നെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ സരസ്വതി എന്നാണ് ആ ഒരു കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പേര് എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാവുകയാണ്. ഈ സരസ്വതിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്വന്തം നാട് വിരുദ്ധാചലമാണ്. അവിടെ നിന്ന് ജോലി അന്വേഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ ഒരു വാടക വീട്ടിൽ താമസിച്ചിട്ട് ഒരു ടൈലറിംഗ് ജോബിനൊക്കെ ആയിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോലീസുകാർ ഇവരുടെ ബോഡിയും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഇവരുടെ ബോഡിയിലൊന്നും ഒറ്റ ഓർണമെന്റ്സ് ഇല്ല. ഇവരുടെ കഴുത്തിലുണ്ടായിരുന്നതും കാതിലുണ്ടായിരുന്നതും എല്ലാം തന്നെ പോയിട്ടുണ്ട്. പോരാത്തതിന് ഇവരുടെ സ്കൂട്ടിയും കാണാനില്ല. സോ ഇതൊരു മോഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൊലപാതകമായിരിക്കും എന്നുള്ളൊരു തോട്ടും കൂടെ പോലീസിന് ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ സരസ്വതിയെ നന്നായിട്ട് അറിയുന്ന ആരോ ആണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം ചെയ്തത് എന്നുള്ളൊരു തോട്ടുകൂടെ പോലീസിന് ഉണ്ടായി. അപ്പോൾ പോലീസുകാർ നൈബേഴ്സിൻ്റെ അടുത്തും മറ്റൊക്കെ ചോദിക്കുകയാണ്, ഇവിടെ വേറെ ആരെങ്കിലും സ്ഥിരമായിട്ട് വരാറുണ്ടോ എന്നുള്ളത്. അപ്പോൾ നൈബേഴ്സ് എല്ലാവരും പറഞ്ഞ ഒരേ ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ഥിരമായിട്ട് ഒരാൾ വരാറുണ്ടെന്നുള്ളതായിരുന്നു. അപ്പോൾ ആരാണെന്ന് പോലീസ് ചോദിച്ചപ്പോൾ സരസ്വതിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പയ്യൻ ഇടക്കിടക്ക് വരാറുണ്ടെന്നുള്ളൊരു കാര്യം പോലീസിൻ്റെ അടുത്ത് അവർ പറയുകയാണ്. അങ്ങനെ പോലീസുകാർ ആ ഒരു ഏരിയയിലത്തെ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജൂലൈ 19-ാം തീയതി വൈകുന്നേരം ഒരു 7 മണി ടൈമൊക്കെ ആയപ്പോൾ സരസ്വതിയും ഒരു പയ്യനും കൂടെയും ഒരു സ്കൂട്ടറിൽ വരുന്നതിൻ്റെ വിഷ്വലൊക്കെ പോലീസിന് ലഭിച്ചു. അപ്പോൾ ആ ഒരു വിഷ്വൽ നൈബേഴ്സിനെ മറ്റൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അത് ആ സെയിം പയ്യനാണ്, ഈ പയ്യനാണ് സരസ്വതിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നുള്ളൊരു തരത്തിലായിരുന്നു അവർ പറഞ്ഞത്. അപ്പോൾ അതിന് ശേഷമുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ പിറ്റേ ദിവസം ആ ഒരു പയ്യൻ സ്കൂട്ടർ എടുത്ത് പോകുന്നുണ്ട്. ആ പയ്യൻ്റെ കയ്യിൽ ഒരു സഞ്ചിയും കാര്യങ്ങളുണ്ട്, സരസ്വതി ഇല്ല. സോ ആള് സരസ്വതിയെ കൊലപ്പെടുത്തിയതിന് ശേഷമാണ് ആ പോകുന്നത് എന്നുള്ളത് പോലീസിന് മനസ്സിലായി. അങ്ങനെ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അയാളെ ട്രാക്ക് ചെയ്യായിരുന്നു. അങ്ങനെ അണ്ണാനഗറിലുള്ള ഒരു തേപ്പുകടയിലോട്ടാണ് ആൾ പോയതെന്നുള്ളത് പോലീസുകാർ മനസ്സിലാക്കി. എന്നിട്ട് ആ ഒരു കടയിൽ ചെന്നിട്ട് പോലീസുകാർ ചോദിക്കുകയായിരുന്നു. അപ്പോഴാണ് ആൾ ആരാണെന്നുള്ളത് പോലീസിന് മനസ്സിലായത്. മൊഹസിൻ അൻസാരി എന്നുള്ളതായിരുന്നു ആളുടെ പേര്. ആള് ഒരു UP സ്വദേശിയായിരുന്നു. ഇത്രത്തോളം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരന്വേഷിച്ചിട്ടാണ് പോലീസുകാർ നേരെ UPയിലോട്ട് പോയതെന്നുള്ളത്. യെസ്, ഈ ഒരു മൊഹസിൻ അൻസാരിയെ തന്നെ അന്വേഷിച്ചിട്ടായിരുന്നു. ആളങ്ങനെ കാൺപൂരിൽ നിന്ന് പോലീസുകാർ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. തിരിച്ചിതേപോലെ തന്നെ ചെന്നൈയിലോട്ട് കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനും തുടങ്ങി. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് പോലീസിന് കുറേ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപാണ് ജോലി അന്വേഷിച്ചുകൊണ്ട് ചെന്നൈയിലോട്ട് ഈ ഒരു മൊഹസിൻ അൻസാരി കാൺപൂരിൽ നിന്ന് വരുന്നത്. അങ്ങനെ അണ്ണാനഗറിലുള്ള ഒരു തേപ്പ് കടയിൽ ആ ഒരു പയ്യന് ജോലി ലഭിക്കുകയും ചെയ്തു. 25,000 രൂപയായിരുന്നു ആ പയ്യൻ്റെ സാലറി. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് സരസ്വതി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ ഈ പയ്യൻ പരിചയപ്പെടുന്നത്. അതിനുശേഷം ആ ഒരു പരിചയം പിന്നീട് ഒരു സൗഹൃദമായിട്ട് മാറുകയായിരുന്നു. ആ ഒരു സൗഹൃദം പിന്നീട് ഒരു പ്രണയമായിട്ട് മാറുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കാനുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തി. 2025 മെയ് മാസം കൊളത്തൂര് ഇവരൊരു വാടക വീട് എടുക്കുകയും ചെയ്തു. എന്നാൽ മൊഹസിൻ ആ സമയത്ത് ആ ഒരു വീട്ടിൽ താമസിച്ചില്ല കേട്ടോ. അതായത് കല്യാണം കഴിയുന്നതിന് മുൻപ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കേണ്ട, ഇപ്പം എന്തായാലും നീ ഇവിടെ താമസിക്കുക, കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുമിച്ച് താമസിക്കാം എന്നുള്ളൊരു കാര്യമായിരുന്നു മൊഹസിൻ പറഞ്ഞത്. അങ്ങനെ ആ ഒരു സ്ത്രീ അവിടെ താമസിച്ചു. മൊഹസിനാണെന്നുണ്ടെങ്കിലും മൊഹസിൻ സാധാരണ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പയ്യൻ അങ്ങോട്ട് വരും, ചില ദിവസങ്ങളിൽ നൈറ്റ് അവിടെ നിൽക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ഒരു റൊട്ടീൻ. അപ്പോൾ നൈബേഴ്സിനോടും മറ്റുമൊക്കെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്നത് വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പയ്യനാണെന്നുള്ളൊരു തരത്തിൽ തന്നെയായിരുന്നു. പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പയ്യൻ കിട്ടുന്ന ശമ്പളം മുഴുവൻ സരസ്വതിക്ക് വേണ്ടിയിട്ട് ചിലവാക്കാനായിട്ട് തുടങ്ങി. സരസ്വതിക്ക് പൈസ കൊടുക്കുക, സരസ്വതിനെ കൊണ്ട് കറങ്ങാൻ പോവുക, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരുന്നു ആ ചേക്കിൻ്റെ പൈസ മുഴുവൻ ചിലവാക്കിയിരുന്നത്. എന്തിനേറെ പറയുന്നു, വീട്ടിലോട്ട് വരെ ആ ഒരു പയ്യൻ അധികം പൈസ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് ആൾ തന്നെ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ അവരുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. എന്നാലും എന്താ പറയുക, ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്തിട്ട് അവരുടെ റിലേഷൻഷിപ്പ് നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള മെയിനായിട്ടുള്ള കാരണം അൻസാരിയുടെ സംശയമായിരുന്നു. വളരെ യാദൃശ്ചികമായിട്ട് ഒരു ദിവസം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ഈ സ്ത്രീയുടെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഒരാളും ഈ ഒരു സ്ത്രീയും വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇയാൾ കാണുകയാണ്. ഇതിൻ്റെ പേരിൽ ഇവർ രണ്ടുപേരും തമ്മിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നാൽ ഇയാൾ ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ അൻസാരി ആ സ്ത്രീയുടെ അടുത്ത് സോറി നിൻ്റെ ചേട്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷമ പറയാനായിട്ട് തുടങ്ങി. എന്നാൽ ജസ്റ്റ് ഒരു ക്ഷമയിൽ നിൽക്കുന്നൊരു അവസ്ഥയായിരുന്നില്ല അത്. അതിനുശേഷം ആ ഒരു സ്ത്രീയെയും കൊണ്ട് അയാൾ സിനിമയ്ക്ക് പോയി, ഷോപ്പിങ്ങിന് പോയി, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വളരെ കഷ്ടപ്പെട്ടിങ്ങായിട്ട് തൻ്റെ കാമുകിയെ ആൾ സമാധാനിപ്പിച്ചത്. അതെ, അങ്ങനത്തെ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സോറി പറഞ്ഞുകൊണ്ട് തീരില്ലല്ലോ, അതിന് കുറച്ച് എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ. അങ്ങനെയുള്ള എഫേർട്ടൊക്കെ ഈ ഒരു അൻസാരി എടുത്തു. അവസാനം ആ ഒരു സ്ത്രീ കൂൾ ഡൗൺ ആയി. അപ്പോൾ ആ ഒരു ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് വേറെ ആരും ആയിരുന്നില്ല, ഈ ഗണേശമൂർത്തിയില്ലേ ഞാൻ ആദ്യം പറഞ്ഞ ആളായിരുന്നു ആ ഒരു ഫോട്ടോയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷവും അവർക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അതായത് ഈ സ്ത്രീക്ക് ഇടയ്ക്കിടയ്ക്ക് കോളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആരാണ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളതായിരുന്നു അടുത്തടി.
നമ്മൾ പറഞ്ഞിരുന്നു സരസ്വതി ഒരു ടൈലറിംഗ് ഷോപ്പിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് എന്നുള്ളത്. അവിടെ നിന്ന് സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പാർട്ട് ടൈം ആയിട്ട് വേറൊരു ജോലി കൂടെ ഈ ഒരു സരസ്വതി ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിന്റെ പേരിലുള്ള കോളുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സരസ്വതിക്ക് വരുന്നുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള കോളുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് മൊഹ്സിൻ അൻസാരിക്ക് ദേഷ്യം വരുന്നതും ഇവർ തമ്മിൽ അടി ഉണ്ടാകുന്നതും. അങ്ങനെ തന്നെ ഒരു അടി ഉണ്ടായതിന് ശേഷമാണ് ജൂലൈ 18, 2025 ഈ സ്ത്രീയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മൊഹ്സിൻ അൻസാരി ഇവരെ ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നതും അതേപോലെ തന്നെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നതും കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ഫുള്ളൊക്കെ ഇറങ്ങിയിട്ട് അവർ തിരിച്ച് ഇതേപോലെ തന്നെ ഒരു വൈകുന്നേരം 7 മണിയായപ്പോൾ വീട്ടിലോട്ട് എത്തുന്നതും അതിൻ്റെ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും മദ്യപിക്കുന്ന ശീലമുള്ള ആളുകളായിരുന്നു. അന്നത്തെ ദിവസം അവിടെ എത്തിയതിന് ശേഷം ഇവർ രണ്ടുപേരും നന്നായിട്ട് മദ്യപിക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരും ഇരുന്നു ആദ്യം ഒരു ക്വാർട്ടർ പൊട്ടിച്ചു, രണ്ടാമത് അടുത്ത ക്വാർട്ടർ പൊട്ടിച്ചു. അങ്ങനെ മദ്യക്കുപ്പികളുടെ എണ്ണം ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരുന്നു. അതായത് ഒരു 6-7 ക്വാർട്ടർ ഇവർ രണ്ടുപേരും കൂടെ അടിച്ചു തീർത്തു എന്നാണ് പറയുന്നത്. അത്രയൊക്കെ മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരാണെന്നുണ്ടെങ്കിലും നല്ല ഹൈ ആയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഹൈ ആയിട്ട് അവരിയ്ക്കുന്ന ടൈമിലാണ് ഈ സരസ്വതിക്ക് കോള് വരുന്നത്. അതായത് രാത്രി ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ടാവും. ആദ്യം ഒരു കോള് വന്നു, സരസ്വതി ആ കോളെടുത്ത് സംസാരിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കോള് കട്ട് ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അടുത്ത കോള് വരികയാണ്. വീണ്ടും സരസ്വതി ആ ഒരു കോളെടുത്ത് സംസാരിച്ചു, കോള് കട്ട് ചെയ്തു. ഇങ്ങനെ 2-3 കോളൊക്കെ വന്നപ്പോൾ അൻസാരിക്ക് ആകപ്പാടെ ദേഷ്യം വന്നു. ആരാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ വർക്ക് റിലേറ്റഡ് ആണെന്നുള്ളൊരു കാര്യം മാത്രമാണ് സരസ്വതി പറഞ്ഞത്. ഇതൊക്കെ കൂടെ കൊണ്ട് ദേഷ്യം വന്ന് ഓൾറെഡി മദ്യപിച്ച ആൾ ലെക്ക് കേട്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ദേഷ്യം കൂടെ ആയപ്പോൾ ആള് നേരെ സരസ്വതിയെ ഒരു ഒറ്റ ചവിട്ടായിരുന്നു. അവരുടെ നെഞ്ചത്തോട്ടായിരുന്നു ആ ഒരു ചവിട്ടിയത്. ആദ്യത്തെ ആ ഒരു ചവിട്ടിൽ തന്നെ അവർ മറിഞ്ഞു വീഴുകയും ചെയ്തു. അതിനുശേഷം ഇയാൾ എന്താ പറയുക ആ സ്ത്രീയെ നന്നായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. ചവിട്ടാനും തല്ലാനും ഒക്കെ തുടങ്ങി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ ഒരു സ്ത്രീ അനങ്ങുന്നില്ല. അപ്പോഴാണ് ഇയാൾ ചെറുതായിട്ട് ആ ഒരു റിയാലിറ്റിയിലോട്ട് വരുന്നത്. അതായത് അവർ മരിച്ചുപോയി എന്നുള്ളൊരു കാര്യം അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. അതായത് ഇവർക്ക് ഓൾറെഡി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതായത് ബോഡി കുറച്ച് വീക്കായിരുന്നു. അപ്പോൾ അൻസാരി ആദ്യം തന്നെ വിചാരിച്ചത് ഇവരെ ബോധം പോയിട്ടുണ്ടാവും എന്നുള്ളതായിരുന്നു. എന്നാൽ ജീവൻ പോയി എന്ന് മനസ്സിലായത് കുറച്ചധികം നേരം കഴിഞ്ഞിട്ടായിരുന്നു. അതിനുശേഷം ഇനി എന്ത് ചെയ്യൂ ഏത് ചെയ്യൂ എന്നുള്ളതായി ഇയാളുടെ ചിന്ത. അങ്ങനെ ആളവിടെ ഇരുന്ന് ആലോചിച്ചു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാന്നുള്ളതായി അടുത്ത ആളുടെ പ്ലാൻ. അങ്ങനെയാണ് ആ സ്ത്രീയുടെ കൈമലും കാലുമലും ഉണ്ടായിരുന്ന ഗോൾഡും കാര്യങ്ങളും ഒക്കെ ഇയാൾ ഊരിയെടുക്കുന്നതും അതേപോലെ തന്നെ ആളുടെ കുറച്ച് സാധനങ്ങൾ ആ ഒരു വീട്ടിലുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിങ്ങായിട്ട് ആളൊരു കവറിലാക്കി നേരെ ഈ ഒരു സ്ത്രീയുടെ കൂട്ടിയെടുത്തിങ്ങായിട്ട് നേരെ രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി എസ്കേപ്പ് ആവുകയും ചെയ്തു. അതിനുശേഷം അയാൾ നേരെ കാൺപൂരോട്ട് എസ്കേപ്പ് ആവുമായിരുന്നു. പിന്നീട് പോലീസുകാർ ഇയാളെ ട്രാക്ക് ചെയ്ത് പിടികൂടിയിട്ട് തിരിച്ച് ചെന്നൈയിലോട്ട് കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. എന്നാൽ ഇതൊക്കെ പറഞ്ഞ ശേഷവും അയാൾ ഒരു കാര്യം ഇങ്ങനെ പൊലമ്പിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നു. എനിക്ക് സരസ്വതിനെ അത്രേ ഇഷ്ടമായിരുന്നു. എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ അത്രയും താല്പര്യമായിരുന്നു. ഒരുമിച്ചൊരു ജീവിതമായിരുന്നു എൻ്റെ സ്വപ്നം. എന്തിനേറെ പറയുന്നു, ഞാൻ എനിക്ക് കിട്ടുന്ന സാലറി മുഴുവൻ അവൾക്ക് വേണ്ടിയിട്ടായിരുന്നു ചിലവാക്കിയിരുന്നത്. അവൾക്ക് പൈസ കൊടുക്കും, അവൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോലും പൈസ അയക്കാറുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൾ എന്നെ ചതിക്കായിരുന്നു. അതറിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്തത്. അതും ഞാൻ ദേഷ്യത്തിൽ ചെയ്തു പോയതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ പറയുകയാണ്. സത്യത്തിൽ ഈ ഒരു അൻസാരി പറഞ്ഞത് സത്യം തന്നെയായിരുന്നു. അപ്പോൾ ഇവർക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് ഈ ഒരു 11 മണിക്ക് ശേഷം കോളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നില്ലേ? അപ്പോൾ എന്ത് വർക്കാണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും ഊഹിച്ചിട്ടുണ്ടാവും. അവർ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടായിരുന്നു പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. സോ അവരുടെ ക്ലയൻസും മറ്റൊക്കെ വിളിക്കുന്നതായിരുന്നു ആ ഒരു ടൈമിന് ശേഷം. എന്നാൽ ഇതിലും കൂടുതൽ ആളെ ഷോക്കായത് എപ്പോഴാണെന്ന് നോക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗണേശമൂർത്തിയുടെ കഥ കേട്ടപ്പോഴാണ്. അപ്പോൾ ഗണേശമൂർത്തി എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് അടുത്തതായിട്ട് നമുക്ക് നോക്കാം. 47 വയസ്സായിരുന്നു കേട്ടോ ഈ ഗണേശമൂർത്തിയുടെ പ്രായം. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ആള് ശ്രീലങ്കയിൽ നിന്ന് തമിഴ്നാടോട്ട് വന്നാണ് ഒരു റെഫ്യൂജി ആയിട്ട്. ഗുമ്മിടിപ്പൂണ്ടിയിലുള്ള ഒരു റെഫ്യൂജി ക്യാമ്പിലായിരുന്നു ആള് താമസിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇതേപോലെ തന്നെ ജോലികൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പുറത്തു പോകുന്ന ആ ഒരു ടൈമിലാണ് ആൾ ഈ ഒരു സ്ത്രീയെ കാണുന്നത്. ആളൊരു ലോറി ഡ്രൈവറായിട്ടായിരുന്നു ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ ആൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു സ്ത്രീയെ കാണുന്നതും അതേപോലെ തന്നെ അവരെ പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും. യെസ്, ഈ ഒരു സരസ്വതി ഗണേശമൂർത്തിയുടെ ഭാര്യയായിരുന്നു. പോരാത്തതിന് ആ ഒരു വിവാഹ ബന്ധത്തിൽ ഇവർക്ക് 2 കുട്ടികളും ഉണ്ടായിരുന്നു, 2 ആൺകുട്ടികൾ. ഇതിൽ മൂത്ത കുട്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി മെന്റൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പയ്യന്. രണ്ടാമത്തെ പയ്യനും ഓക്കെ ആയിരുന്നു. ആളൊരു ശ്രീലങ്കൻ ആയതുകൊണ്ട് തന്നെ റെഫ്യൂജി ക്യാമ്പിൽ നിന്നും അങ്ങനെ പുറത്തു പോകാനൊക്കെ ആൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് പെർമിഷനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം പോകുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ജോലിയും കാര്യങ്ങൾക്കും പുറത്തു പോകുന്നതിനും ഇതേപോലെ തന്നെ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ എവിടേക്കെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് പറഞ്ഞ ടൈമിന് തിരിച്ചെത്താൻ വേണം. അപ്പോൾ
തൻ്റെ ഭാര്യയും അതുപോലെ തന്നെ മക്കളും എന്തിനാണ് ഈ ഒരു റെസ്ട്രിക്ഷൻ അനുഭവിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ട് അവരെ പുറത്ത് താമസിച്ചോളാനായിട്ട് പറയുകയായിരുന്നു. മക്കൾ എന്തായാലും പുറത്ത് നിന്ന് പഠിക്കട്ടെ, ഭാര്യ എന്തായാലും പുറത്ത് പോയി ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ഞാനും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ രണ്ടുപേരുടെയും സാലറി കൊണ്ട് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകാൻ കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് താമസിക്കുക എന്നുള്ളൊരു പ്ലാനിലൊക്കെ ആയിരുന്നു ഇയാളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ ജൂലൈ മാസം പകുതിയായ ടൈമിൽ 2 കുട്ടികളെയും കൊണ്ട് ഈ ഒരു സ്ത്രീ നേരെ ഈ ഗണേശ് മൂർത്തിയുടെ അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് കുട്ടികളെ ആളെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ 2 കുട്ടികളും ഹോസ്റ്റലിൽ നിന്നായിരുന്നു കേട്ടോ പഠിക്കുന്നുണ്ടായിരുന്നത്. എന്നിട്ട് ഒരു ഗണേശമൂർത്തിയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് കുറച്ച് അർജൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ എന്തായാലും കുട്ടികൾ നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ, ഞാൻ എന്തായാലും തിരിച്ചു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം തന്നെ അവർ തിരിച്ച് നേരെ ചെന്നൈക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം പിറ്റേ ദിവസം തുടങ്ങിയിട്ട് ഗണേശമൂർത്തി വിളിക്കുമ്പോൾ ഇവരുടെ ഫോൺ കണക്റ്റ് ആകുന്നുണ്ടായിരുന്നില്ല, സ്വിച്ച് ഓഫ് ആയിരുന്നു. ആളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. കോളാണെന്നുണ്ടെങ്കിൽ കണക്റ്റ് ആവുന്നുമില്ല. അങ്ങനെ 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ ആൾക്ക് ആകെപ്പാടെ ടെൻഷനായി. അങ്ങനെയാണ് ചെന്നൈയിലുള്ള ആളുടെ സുഹൃത്തുക്കളെ ആൾ വിളിക്കുന്നത്. എന്നിട്ട് ആൾ പറഞ്ഞത്, എനിക്ക് ഇതേപോലെ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാനൊന്നും പറ്റില്ല, എനിക്കതിനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ വാങ്ങണം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കി എന്താണ് സംഭവിച്ചതെന്നുള്ളതെന്ന് ഇയാൾ വിളിച്ചിങ്ങനെ പറയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുഹൃത്തുക്കൾ അവിടെ പോയി നോക്കിയതും അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇയാളെ വിളിച്ചു പറഞ്ഞതും. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളത് അറിഞ്ഞിട്ട് ഇയാൾ നേരെ അവിടെ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ട് നേരെ ചെന്നൈയിലോട്ട് പോവുകയായിരുന്നു, തൻ്റെ ഭാര്യ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു സമയത്താണ് ആൾക്കൊരു കോള് വരുന്നത്. പോലീസുകാരായിരുന്നു വിളിച്ചത്. കീഴ്പ്പാക്കം ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് എത്താൻ പറഞ്ഞിട്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു ബോഡി ഉണ്ടെന്നും അത് നിങ്ങളുടെ ഭാര്യയുടെ ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നും പറഞ്ഞുള്ളൊരു കോളായിരുന്നു അത്. ഉടനെ തന്നെ നേരെ ആൾ അങ്ങോട്ട് എത്തുകയാണ്. എന്നാൽ ആ ഒരു ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. അഴുകിയിട്ടുണ്ടായിരുന്നു, വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് സരസ്വതിയുടെ ബോഡി തന്നെയായിരുന്നു. ആളത് കൺഫേം ചെയ്യുകയും ചെയ്തു. ഈ ഒരു സരസ്വതിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി ഒരു ഹസ്ബൻഡും 2 കുട്ടികളും ഉണ്ട്. പിന്നെ ഈ ഒരു ഹസ്ബൻഡിനെ ചതിച്ചിട്ട് അവർ വേറൊരു കാമുകൻ്റെ കൂടെയും ജീവിക്കുന്നുണ്ട്. പിന്നെ ഇതൊന്നും പോരാത്തതിന് അവരുടെ പൈസ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ പ്രോസ്റ്റിറ്റ്യൂഷനും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കൂടെ അറിഞ്ഞ അൻസാരി ആകെപ്പാടെ തകർന്നു പോവാണ്. തന്നെ സരസ്വതി പറ്റിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം അൻസാരിക്ക് ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു എക്സ്ട്രീമിലോട്ട് അവർ പോയിട്ടുണ്ടാവും എന്നുള്ളത് ഇയാൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഗണേശമൂർത്തിയുടെ കാര്യമാണ് അതിലും കഷ്ടം. ഈ ഒരു സ്ത്രീ മരിക്കുന്ന ഒരു സമയം വരെ ഇവർക്ക് വേറെ കാമുകനുണ്ടെന്നോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെയുള്ള തൊഴിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നോ ഉള്ളതിനെക്കുറിച്ചുള്ള യാതൊരു ഐഡിയ ഇവർക്ക് ഉണ്ടായിരുന്നില്ല. അവർ പാവം കഷ്ടപ്പെട്ട് ചെന്നൈയിൽ പോയി ടൈലറിങ് ജോബ് ചെയ്ത് കഷ്ടപ്പെട്ട് ഇങ്ങേറ്റ് മക്കളുടെ കാര്യവും നോക്കി ഇങ്ങേറ്റ് അവിടെ ജീവിക്കുകയാണെന്നുള്ളതായിരുന്നു ഇയാൾ കരുതിയിട്ടുണ്ടായത്. പിന്നെ അൻസാരിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് വേറെ കാമുകന്മാരുണ്ടെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ദേഷ്യത്തിലായിരുന്നു ഇയാൾ ഇത്തരത്തിലുള്ള കാര്യം ചെയ്തത്. അല്ലാതെ വേറെ ഹസ്ബൻഡും കുട്ടികളുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമൊന്നും ഇയാൾക്ക് അറിയില്ലായിരുന്നു. അതേപോലെ തന്നെ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന കാര്യമൊന്നും അയാൾക്കും അറിയില്ലായിരുന്നു. തൻ്റെ സ്വന്തം ചേട്ടൻ എന്ന് പറഞ്ഞ് കാണിച്ചത് തൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ ആണെന്നുള്ള കാര്യം കൂടെ ആൾ അറിഞ്ഞപ്പോഴാണ് ആകെപ്പാട് ആൾ തകർന്നു പോയിട്ടുണ്ടായത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസിൽ മൊഹസിൻ അൻസാരി ഇപ്പോൾ ജയിലിലാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി ആയിട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.